തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 20 ദിവസം പിന്നിട്ടു. ഇന്നിപ്പോൾ അവർ നിയമസഭയിലേക്കൊക്കെ മാർച്ച് നടത്തി. അപ്പോൾ പല നിലക്കുള്ള ഐക്യദാർഢ്യവും ഒപ്പം അവർക്കെതിരെ വിമർശനവും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുടെ സമരപ്പന്തലിലെത്തി അവരോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനകത്ത് ഇവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ, ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലൊക്കെ 60-40 എന്നുള്ളതാണ് അനുപാതം. എന്ന് വെച്ചാൽ ഒരു 40% കേന്ദ്രം കൊടുക്കേണ്ടത്, അല്ലേ? 40% കേന്ദ്രം കൊടുക്കേണ്ടതാണ്. ആ 40% കുറേ വർഷങ്ങളായി കുടിശ്ശികയാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. 100 കോടിയിലധികമായ ഇനത്തിൽ കിട്ടാനുണ്ടെന്ന് പറയുന്നു. ഇവർക്കിപ്പോൾ കൊടുക്കുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാർ നേരിട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. സുരേഷ് ഗോപി ആ സമരപ്പന്തലിൽ വന്ന് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ആശമാർക്ക് ചെയ്യാൻ കഴിയുന്നത്, വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നത് ചെയ്യാതെ അവിടെ വന്ന് വെറും ഷോ കാണിക്കുകയാണെന്നുള്ള വിമർശനം സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ് ആ സന്ദർശനത്തിന് പിന്നാലെ. അപ്പോൾ ആ വിഷയം കൂടി സംസാരിക്കണം നമ്മൾ. അജിംസ്, സുരേഷ് ഗോപി വന്ന് ആശമാരെ കണ്ട് സംസാരമൊക്കെ കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. വലിയ തോതിലുള്ള വിമർശനം, അതുവരെ ആശമാർക്കെതിരെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടുള്ള വിമർശനം ഉണ്ടാകുന്നു. സുരേഷ് ഗോപി ഒന്നുകൂടി അത് ശക്തിയാർജിക്കുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലിനെയും സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ ഷോയെ കൂടെ കാണേണ്ടത്? ഈ സുരേഷ് ഗോപി ഇന്നലെ ആശമാരുടെ സമരപ്പന്തലിൽ വന്നപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചില കുറിപ്പുകൾ ഞാൻ വായിച്ചു. ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഈ വിഷയത്തിലെ ഏറ്റവും ഈ പ്രതിസന്ധിക്ക് കാരണക്കാരായ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ സുരേഷ് ഗോപി അവിടെ വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ വരുമ്പോൾ ആശാവർക്കന്മാർ ചിലർ പാട്ട് പാടുന്നു. സുരേഷ് ഗോപിയുടെ ഒരു ഹിറ്റായ സിനിമയിലെ ഒരു ഹിറ്റ് സോങ് പാടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ചില ആശാവർക്കന്മാർ പെരുമാറുന്നു. പക്ഷേ അവിടെ സുരേഷ് ഗോപി ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള കുടിശ്ശിക, സംസ്ഥാന സർക്കാരിന് കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന് ഇവർക്ക് പണം കൊടുക്കാൻ കഴിയാത്തത്, ഇവർക്ക് കുടിശ്ശിക വരുത്തുന്നത് എന്നാണ് ഒരു വാദം. അപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി വളരെ ധിക്കാരത്തോടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ആശമാരെ പിരിച്ചുവിട്ടാൽ കേന്ദ്ര ഫണ്ട് ഞാൻ തടഞ്ഞു വയ്പ്പിക്കും എന്നും പറയുന്നുണ്ട്. ഞാൻ സമരക്കാരുടെ ഭാഗമല്ല, പക്ഷേ ഞാൻ പ്രധാനമന്ത്രിയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിലെ പ്രശ്നം, ഇത് ആ സമരരംഗത്തുള്ള ആശാവർക്കന്മാരെ കുറിച്ചല്ല ആക്ഷേപം. ഈ സമരം സംഘടിപ്പിക്കുന്നത് SUCI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള ട്രേഡ് യൂണിയനാണ്. അവരാണ് ഈ ആശാമാരെ സംഘടിപ്പിച്ച് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത്. അപ്പോൾ SUCI എന്താണെന്ന് സംസ്ഥാനത്ത്, കേരളത്തിലെ പലർക്കും അറിയില്ല. ആ പേര് കേട്ടിട്ടില്ല പലരും. സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അവർ പശ്ചിമ ബംഗാളിലും കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. വളരെ നാമമാത്രമായ പ്രവർത്തനമാണ് അവർക്കുള്ളത്. പശ്ചിമ ബംഗാളിലാവട്ടെ ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിക്കുമ്പോഴും അതിനു മുമ്പ് ജ്യോതി ബസുവിൻ്റെ കാലത്തും ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗമായി, ഇടതുമുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും MLA മാരൊക്കെ ഉണ്ടായ ഒരു പാർട്ടിയാണ് അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിൽ അവരെങ്ങനെയാണ്? കേരളത്തിൽ കുറേ വർഷങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട മേഖല ജനകീയ സമരങ്ങളാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാത്ത സമരങ്ങളെ അവർ ഏറ്റെടുക്കുന്നു. ആ സമരത്തിന് പിന്നിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ലൈൻ സമരത്തിൽ ഈ തെക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സമരകേന്ദ്രങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ അവർക്ക് നിർണായകമായ പങ്കുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സമരരംഗത്ത് കാണുന്ന മിനി എന്ന് പറയുന്ന സമര നേതാവ്, അവർ മറ്റ് പല സമരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിയാണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ല. അവർ SUCI കാരിയാണ്. അപ്പോൾ അതുപോലെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഷാജർ ഖാൻ, അദ്ദേഹം SUCIയുടെ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖല പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്താണ്. ഒരു വിദ്യാർത്ഥി നേതാവായി വളർന്നു വന്ന ആളാണ് ഷാജർ ഖാൻ. അപ്പോൾ SUCIയുടെ സാന്നിധ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ SUCI ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഈ സമരത്തിന് പിന്നിൽ SUCI ആണ്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ഇത് പാട്ടപ്പിരിവുകാരുടെ സമരമാണ്. കാരണം SUCIയുടെ ഒരു മുഖമുദ്രയാണ് പാട്ടപ്പിരിവ്. അവർ പ്രവർത്തിക്കുന്നത് തന്നെ ജനങ്ങളിൽ നിന്ന് പാട്ടയുമായിട്ട് ഇറങ്ങി ചെറിയ സംഭാവനകൾ വാങ്ങി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ കോർപ്പറേറ്റുകളുടെ മുമ്പിലല്ല കൈ നീട്ടാൻ പോകുന്നത്, സാധാരണ ഞങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ ഈ പാട്ടപ്പിരിവുകാരുടെ സമരം എന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവും. നമ്മൾ ഏതെങ്കിലും കവലയിലേക്ക് നിൽക്കുമ്പോൾ സുസിക്കാരിങ്ങനെ SUCI എന്ന് എഴുതിയ പാട്ടയായിട്ട് വന്ന് ആരെങ്കിലുമൊക്കെ പിരിവ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഓർമ്മ വരും ഇത് ഇവരാണ്. പിന്നെ മറ്റൊരു വാദം, ഇവർ അരാജകവാദികളാണ് എന്നാണ്. അപ്പോൾ അരാജകവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? SUCIക്ക് ഒരു വർക്കിംഗ് കൾച്ചറുണ്ട്. അവരുടെ പാർട്ടി പ്രവർത്തന ഒരു കൾച്ചർ എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണായിട്ടാണ് ജീവിക്കുക. അതായത് ഒരു കമ്മ്യൂണായിട്ട് ജീവിക്കുക, ജോലിയുള്ളവർ ജോലി ചെയ്യുക, ജോലിയില്ലാത്തവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, പരസ്പരം എല്ലാം പങ്കുവയ്ക്കുക. അതായത് അവരൊരു സോഷ്യലിസ്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് CPM-കാർക്ക് എങ്ങനെയാണ് അരാജക ജീവിതമാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവരെ പ്രൊഫസ് ചെയ്യുന്നൊരു പാർട്ടി കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊക്കെ അരാജകവിധമായിരിക്കാം, പാട്ടപ്പിരിവൊക്കെ അശ്ലീലമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ 2017 പോലും ബക്കറ്റ് പിരിവുമായിട്ട് മന്ത്രിമാരുൾപ്പെടെ ബക്കറ്റ് പിരിവുമായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ അതൊരു മോശമായിട്ട് എങ്ങനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ SUCI ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? സുരേഷ് ഗോപി വന്നു, ഈ സമരരംഗത്ത് BJP-ക്കാർ വരുന്നു, അതൊരു പ്രശ്നമാണ്. അതിനെതിരെ SUCI-ക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഉന്നയിക്കാവുന്നൊരു വാലിഡായിട്ടുള്ള രാഷ്ട്രീയ പോയിൻ്റാണ്. കാരണം SUCI ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവർ സമരം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിനെതിരെയാണ് എങ്കിൽ അപ്പോൾ പിണറായി വിജയൻ ആണ് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് കേൾക്കേണ്ടത്. അവരുന്നയിക്കുന്ന ഡിമാൻഡ് എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഓണറേറിയം നൽകുന്നത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇതിലെന്താണ് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി ആശമാർ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ഇൻസെൻറ്റീവ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന അവരുടെ ഡിമാൻഡ് കേൾക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവർ അവരോടാണ് സംസാരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ സമരക്കാരെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ഇതിനു മുമ്പും സർക്കാരുകൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് എൻഡോസൾഫാൻ ഇരകളുടെ സമരം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഇതുപോലെ ദിവസങ്ങളോളം തന്നെ സമരം കണ്ടു. വലിയ തോതിലുള്ള സാമൂഹിക സമ്മർദ്ദത്തെ തുടർന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കെ, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കെ VM സുധീരൻ അവിടെ സമരപന്തലിൽ പോയി. നമ്മൾ ഓർമ്മയുണ്ടാവും. അവിടെ പോയി VM സുധീരൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി അവർ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ആ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എത്രയോ സമരങ്ങൾ. പെമ്പിള ഒരുമൈ സമരം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. അവിടെ VS അച്യുതാനന്ദൻ പോയ സമരത്തിൽ, ആ സമരത്തിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കുമ്പോൾ തന്നെ MM മണി അവിടെ നിന്നിട്ട് ആ സമരത്തെ പുച്ഛിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടാവും. മറ്റേ പണിക്ക്. അപ്പോൾ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? അതായത് ഞങ്ങൾക്ക് കൂലിയില്ല, ഞങ്ങൾ മൃഗസമാനമായി തോട്ടം തൊഴിലാളി ജീവിക്കുകയാണെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവസാനം ഉമ്മൻചാണ്ടി ആ സമരം കേൾക്കുകയും തൊട്ടടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുകയും അവരുടെ വേതനം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരു സമരക്കാരെ കേൾക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ജനാധിപത്യ മര്യാദയാണ്. ഇവിടെ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ അവർ ദിവസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കെ അവരെ CPM നേതാക്കളും CIT നേതാക്കളും നിരന്തരം അധിക്ഷേപിക്കുമ്പോൾ അവരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് BJP നേതാക്കൾ വരുമ്പോൾ ഇവിടെ വരരുത്, നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഒരു സമരത്തിൽ, ഒരു ജനകീയ സമരത്തിൽ BJP-ക്കാരോടൊപ്പം വേദി പങ്കിടുക അല്ലെങ്കിൽ അവരെ കൂടെ ഇരുത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോകരുത്. ആറന്മുള സമരം നമ്മൾ ഓർക്കണം. ആറന്മുള സമരത്തിൻ്റെ സമരസമിതി നേതാക്കളായിരുന്നു സുഗതകുമാരിയായിരുന്നു, മറ്റൊന്ന് കുമ്മനം രാജശേഖരനായിരുന്നു. ആ സമരത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ BJP നേതാക്കളാണ്. അവിടെ VS അച്യുതാനന്ദൻ പോയിട്ടില്ലേ? VM സുധീരൻ പോയിട്ടില്ലേ? MA ബേബി പോയിട്ടില്ലേ? ആ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ആറന്മുള സമരം ആർക്കെതിരെയായിരുന്നു? അത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിരുന്നു. അപ്പോൾ ഒരു ജനകീയ സമരത്തിൽ BJP നേതാക്കൾ പങ്കെടുത്തു പോയി. ഇനി അവർ ബാക്കി അതിന് മറുപടി പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഡിമാൻഡിനെ പറ്റി സംസാരിച്ചാൽ മതി എന്നൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യം ജനാധിപത്യപരമല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ SUCI ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർ SUCIയുടെ ബാനറിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ, ഇത് ആ ബാനറിലല്ല, ഒരു ട്രേഡ് യൂണിയൻ്റെ ബാനറിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ BJP സർക്കാരിനോടും BJP ആശാവർക്കന്മാരോട് കാണിക്കുന്ന സമീപനത്തെക്കുറിച്ചും അവർക്കൊരു നിലപാടുണ്ടാവണം. അത് തുറന്നു പറയാൻ അവർ തയ്യാറാവുക കൂടി വേണം. പക്ഷെ അതെങ്ങനെയാണ് സുരേഷ് ഗോപി വന്നതിനെയും എത്തിയ സുരേഷ് ഗോപിയെ മാനേജ് ചെയ്ത സമരക്കാരുടെ രീതിയെയും കാണുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അജിംസ് പറഞ്ഞതിലത്തെ മൗലികമായ പ്രശ്നം, സമരം ആർക്കെതിരെ ചെയ്താലും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരമാണ്. സർക്കാരിനോടാണ് സംസാരിക്കുന്നത്. സർക്കാർ അവരെ വിളിച്ച് സംസാരിക്കുക, അവരുടെ ഭാഗം കേൾക്കുക, സർക്കാരിനകത്തൊന്നും ചെയ്യാനില്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെ നിന്നാണ് കേന്ദ്ര സർക്കാരാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അത് പറയാൻ ശ്രമിക്കുക എന്നത് ഒരു ബഹുമാനത്തിൻ്റെ പ്രശ്നമാണ് സമരം ചെയ്യുന്നവരോട്. ആ സമീപനം ഈ സർക്കാർ സ്വീകരിക്കേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രമല്ല, ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന നിലപാട് CI2-ന് പോലുമുണ്ട്. CI2 പല ഘട്ടത്തിൽ അത് ഉയർത്തിയിട്ടുണ്ട്. CI2 തന്നെയും പല സംസ്ഥാനങ്ങളിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ അടിസ്ഥാന ആവശ്യത്തെ CPIM-നോ CI2-വിനോ സർക്കാരിനോ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത് മാനിച്ചുകൊണ്ടെങ്കിലും അവരെ വിളിച്ച് സംസാരിക്കുക, അവരുടെ പ്രശ്നം കേൾക്കുക എന്നത് പ്രധാനമാണ്. രണ്ടാമത്തത്, സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചാണ്, സമരക്കാരെ ആക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാതൃകയല്ല, മനുഷ്യ മാതൃകയല്ല. അതുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഭയങ്കര മോശം വാക്കുകളൊക്കെ ഇവരുടെ ചില നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്, ഒരു നിലയ്ക്കും പാടില്ലാത്തതുമാണ്. അതുകൊണ്ട് ഈ സമരത്തോട് എല്ലാ അർത്ഥത്തിലുള്ള ശരിയായ നിലപാട് ഇവിടുത്തെ CPIM ഓർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ സമരത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു കാര്യമാണ്, സമരത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ആക്ഷേപിച്ചില്ലാതാക്കാമെന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അത് നല്ല മാർഗ്ഗമല്ല.
രണ്ടാമത്തേത് ഈ സമരത്തിൽ സുരേഷ് ഗോപി വന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ സമരം ആശാവർക്കർമാരായിട്ടുള്ള ആളുകൾ, അസംഘടിതരായ കുറച്ച് പേർ അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മൊമെൻറ്റിൽ പൊമ്പളയൊരുമയൊക്കെ പോലെ സ്വാഭാവികമായി വന്നു ചേരുന്നതല്ല. മറിച്ച് SUCI പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘം, ഒരു സംഘടന വളരെ ആസൂത്രണത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സമരമാണ് ഈ സമരം. അതിനകത്ത് SUCI പോലെ ഒരു സംഘടനയ്ക്ക് എന്തായിരിക്കണം ഈ സമരത്തിൻ്റെ കുന്തമുന, എവിടേക്കൊക്കെയാണത് വെക്കേണ്ടത്, ആർക്കെതിരെയാണ് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടവരാണ്. അപ്പോൾ ആ സമരത്തിൽ നോക്കൂ, ഈ ആശാവർക്കർമാരുടെ ജീവിത ദുരിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിക്ക് പലതവണ കയറി വരാനും അയാൾക്ക് കയ്യടികൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നോക്കൂ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ള SUCI പോലെ സംഘടന ഉറക്ക സംസാരിക്കുകയും സുരേഷ് ഗോപിയെ നിർത്തിപ്പൊരിക്കുകയും ചെയ്യണ്ടേ? അതായത് ഒരു ആശാവർക്കർ ഒരു കുട്ടിയെ ഒരു ഇമ്മ്യൂണൈസേഷന് ഒരു പ്രതിരോധ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയാൽ കിട്ടുന്നത് 20 രൂപയാണ്. ആ പദ്ധതി തുടങ്ങുന്ന കാലത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടാണ് 20 രൂപ. അതിൽ നിന്ന് നയാ പൈസ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. 2023-24 സാമ്പത്തിക വർഷം നമുക്ക് ഈ ഗണത്തിൽ തരേണ്ട ഈ 100 കോടി രൂപ പിടിച്ചു വെച്ചിട്ട് അതിന്മേലൊരക്ഷരം മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ 13 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആശാവർക്കർമാരുടെ സ്കീം പുനഃപരിശോധിക്കണം, അവരുടെ വേതനവും അവർക്ക് കിട്ടുന്ന പ്രതിഫലവും ഉയർത്താൻ നടപടി സ്വീകരിക്കണം. പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. 2 തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തി. ഇവർ തന്നെ ഈ സംഘടന തന്നെ മാർച്ച് നടത്തി, പരിഗണിച്ചിട്ടില്ല. ആശാവർക്കർമാർ എന്ത് ചെയ്യുന്നു പോലും പരിഗണിക്കാത്ത ഒരു സർക്കാർ കഴിഞ്ഞ ഈ വർഷത്തെ മൊത്തം ക്ലോസ് ചെയ്ത് കേട്ടോ, അവസാനത്തെ വരെ കിട്ടി. അതുകൊണ്ട് അവസാനത്തെ വരെ പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ആർക്കും കാശൊന്നും കിട്ടാനില്ല, ഇനി ഫെബ്രുവരിയിലെ മാത്രമേ കിട്ടാനുള്ളൂ. കഴിഞ്ഞ വർഷത്തെ 100 കോടി കിട്ടാതിരിക്കുമ്പോഴും ഇവിടെ പേയ്മെൻ്റ് ഒന്നും മുടങ്ങുന്നില്ലല്ലോ. അപ്പോൾ അതെന്താണ് സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത SUCIക്കില്ലേ? ആശാവർക്കർമാർ പാവങ്ങളെന്നൊക്കെ പറയാം, അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ SUCI ആണ് ഈ സമരത്തിൻ്റെ പിന്നിലുള്ളത്, അവരാണ് ഈ സമരത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അവരാണ് ഈ സമരം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വന്നു കയറുന്ന സുരേഷ് ഗോപി ഞങ്ങളുടെ ജീവിത ദുരിതത്തിൻ്റെ പ്രധാന കാരണക്കാരനാണെന്ന് അറിയാവുന്ന അവർ 2 തവണ വരാനും ഞാനും ഈ സമരത്തിൻ്റെ ആളാണ്, മൊത്തം പ്രശ്നം സംസ്ഥാന സർക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അയാൾക്ക് കഴിഞ്ഞു. BJPക്കാർ വന്നോട്ടെ, അനുഭവം പ്രകടിപ്പിച്ചോട്ടെ. മുരളീധരൻ വന്നു, മുൻ കേന്ദ്രമന്ത്രി. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു. എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഫണ്ട് ഞാൻ നിർത്തിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? സംസ്ഥാനമാണ് ഇവരെ ദ്രോഹിക്കുന്നതെന്നാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നു, ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം. ആന്ധ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് 10000 രൂപ. കൊടുത്തു തുടങ്ങിയൊന്നറിയില്ല. ലാസ്റ്റ് ബജറ്റിൽ ആന്ധ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള വിഹിതം 50,000 കോടിയിലധികമാണെങ്കിൽ അതിൻ്റെ പാതിയിൽ താഴെ കേരളത്തിനുള്ളൂ എന്ന് പറയുന്നത് ബജറ്റ് അലോക്കേഷൻ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കൂടി സർക്കാരിനെ പരിഗണിക്കാൻ പ്രായോഗിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് സർക്കാരിന് പ്രായോഗിക പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യരും അതെല്ലാം സഹിച്ചു നിൽക്കണമെന്നില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അതിന് ഉത്തരം കണ്ടെത്തണം. എവിടെന്നെങ്കിലും വിഭവം ഉണ്ടാക്കുക, എല്ലാവർക്കും മതിയായ വേതനം കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, വേറെ കാര്യം. പക്ഷേ ഇത് SUCI പോലെ സംഘടനയ്ക്ക് രാഷ്ട്രീയ വ്യക്തത ഉണ്ടാവണം. 20-ാം ദിവസം രാത്രി അവർ കുറിപ്പിറക്കുകയാണ്, ഞങ്ങൾക്ക് BJPയോടും സമരമുണ്ട് കേട്ടോ, BJPയോടും പ്രതിഷേധമുണ്ടെന്ന്. BJPക്കെതിരെ ഇപ്പോൾ അവർ എഴുതി വെക്കുമൊന്നും വേണ്ട. പക്ഷേ BJPയുടെ നേതാക്കൾ വരുമ്പോൾ, ഇന്നലെ സംസാരിക്കുമ്പോൾ അതിലെ ശ്രീമതി മിനി പറയാണ്, അതിൽ BJPക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് അവരുടെ നേതാക്കൾ വരണമെന്ന് തോന്നുമ്പോൾ വന്നാലെന്താ കുഴപ്പമെന്നാണ്. ഏതെങ്കിലും BJPയുടെ കൂടെ ചേർന്ന് നിന്ന് വേറെ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരല്ല. ഈ സമരത്തിൽ കൂടെ നിന്നിരിക്കുന്ന BJPക്കാർ സർക്കാരിൻ്റെ ആളുകളാണ്. നമ്മൾ ഇപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞു വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തെന്ന്. അത് ഇവർ രണ്ടുപേരും കക്ഷിയല്ലാത്ത വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടെ ഭരണകൂടത്തിനെതിരാണ്. ഈ നിൽക്കുന്ന കക്ഷി ആരാണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്, എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ആളാണ്. അതായത് സൈഫുവിൻ്റെ ജീവിത ദുരിതത്തിൽ നടക്കുമ്പോൾ മോദിയെ ഭരിക്കുന്നത്, മോദിയുടെ കീഴിലുള്ള പരിസ്ഥിതി വനം വകുപ്പാണ് അവർക്ക് പരിസ്ഥിതി അനുമതി കൊടുത്തത്. പക്ഷേ കുമ്മനം രാജശേഖരനൊപ്പം VS അച്യുതാനന്ദനും VM സുധീരനും പോയി സമരം ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ സർക്കാരിൻ്റെ പദ്ധതിയാണത്, ഇവിടുത്തെ സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഞാൻ പറഞ്ഞത് സൈഫുവിൻ്റെ ജീവിത ദുരന്തത്തിന് കാരണക്കാരനാണ് ഞാൻ. എന്നിട്ട് ഞാനും കൂടി ഒന്ന് സൈഫുവിൻ്റെ കൂടെ വന്ന് അജിംസിനെതിരെ സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്നത്, നിങ്ങളെടുക്കുന്ന പൊസിഷൻ ശരിയല്ല എന്ന് പറയാൻ SUCIക്കെങ്കിലും പറ്റണം. സമരം സംഘടിപ്പിക്കുന്ന ഡിസൈൻ ചെയ്ത ആൾക്കാർക്ക് പറ്റണം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ജനകീയ സമരങ്ങളെയും തന്ത്രപരമായി ഹൈജാക്ക് ചെയ്യാനുള്ള BJPയുടെ ശ്രമം, അത് BJP എല്ലാ കാലത്തും എടുത്തിട്ടുള്ള ഒന്നാണ്. ആ ശ്രമത്തിനെതിരെ രാഷ്ട്രീയ ജാഗ്രതയില്ല എങ്കിൽ SUCI നടത്തുന്ന സമരത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവർക്ക് അവരെ സമരം ചെയ്യട്ടെ. ആ സമരത്തെ സംസ്ഥാന സർക്കാർ റെസ്പെക്ട് ചെയ്യുകയും അവരുടെ ഭാഗം കേൾക്കുകയും ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു, ഇനിയും കൂടുതൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കട്ടെ. സമരക്കാരെ ആക്ഷേപിക്കുന്ന പരിപാടി നിർത്തിവെക്കട്ടെ. സുരേഷ് ഗോപി 100 കോടി രൂപ 2023-24 സാമ്പത്തിക വർഷത്തെ നമുക്ക് തരാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഇന്നും നിയമസഭയിൽ ഉത്തരവാദിത്തോടെ പറഞ്ഞ പൈസ അത് റിലീസ് ചെയ്യട്ടെ. ആദ്യം ഒരു കുഞ്ഞിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കുത്തിവെപ്പെടുത്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന 20 രൂപ വേതനം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ. അതിന് ഫോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് തോന്നിപ്പിക്കണം.
അല്ലാതെ ഈ ഷോ ഓഫിന് കൈയടിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് അവർ മാറാൻ പാടില്ല. അതിലൊരു വ്യക്തത വേണം, അത്രേ ഉള്ളൂ. മുഴുവൻ വഞ്ചകരെയും മാറ്റി നിർത്തിക്കൊണ്ട് വേണം സമരം ചെയ്യാൻ എന്ന പോയിന്റാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിനും അറിയാം, CITUവിനും അറിയാം, CPM-നും അറിയാം ആശാവർക്കർമാരുടെ ഡിമാൻഡ് ന്യായമാണെന്ന്. അവരതിനുവേണ്ടി കൂടിയാണ് കേന്ദ്രത്തിൽ അവർ സമരം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സാമ്പത്തിക കോൺസ്റ്റൻസ് മൂലം പ്രശ്നം ഉണ്ടാവും. അത് ശരിയാണ്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി മറികടന്നു എന്ന് പറയുമ്പോഴും അവർക്ക് അത് കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇതുവരെ വിളിച്ചൊന്ന് സംസാരിക്കണ്ടേ? രണ്ടാമത്തെ കാര്യം, ഞങ്ങളല്ലാത്ത മറ്റാരുടെയും സമരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഞാൻ CPM എന്ന് മാത്രം പറയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കില്ല. ഒന്നാം EMS സർക്കാരിൻ്റെ കാലത്താണ് പൂന്തോപ്പ് വെടിവെപ്പ് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ. അപ്പോൾ ആ വെടിവെക്കുന്ന ആരാണ്? വെടിവെക്കുന്നത് EMSൻ്റെ സർക്കാരാണ്. ലോകത്തിലാദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ സർക്കാർ തൊഴിലാളി സമരത്തിന് നേരെ, ആ സമരം സംഘടിപ്പിച്ച RSP ആയിരുന്നു. അവർക്ക് തൊഴിലാളികൾ വെടിവെച്ച് വന്നു. ആ തൊഴിലാളികൾ വെടിവെച്ച് വന്ന സംഭവം ശരിയായില്ല എന്ന് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ ആ വെടിവെപ്പിനെ അതിശക്തമായി അപലപിച്ച K. ദാമോദരനെ തന്നെ ഈ വെടിവെപ്പിനെ ന്യായീകരിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയൊരു കഥയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെയ്തത് അതാണെന്ന് അദ്ദേഹം പിന്നീട് എഴുതി. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി, ഞാൻ ഭാര്യയോട് വഴക്കുകൂടിയെന്ന് K. ദാമോദരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ശൈലിയാണ്. ആദ്യം സർക്കാർ ഇവരുടെ ഡിമാൻഡ് കേൾക്കുക, അവരോട് പറയാമല്ലോ സർക്കാരിന് ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, അവർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറില്ല. ആ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഈഗോ ഞങ്ങളല്ലാത്ത ഒരു സമരത്തെയും ഞങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല എന്ന ധാർഷ്ട്യം മാത്രമാണ്.